ഓട്ടത്തിനിടയിൽ പല എക്സ്പീരിയൻസസും ഉണ്ടായിട്ടുണ്ടെങ്കിലും ജീവനുള്ള ഒരു പാമ്പിനെ ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. സോ ഇന്നലെ ഞാൻ റോഡാണ് ഓടിയത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഹിൽ റിപ്പീറ്റ്സ് ചെയ്യണമായിരുന്നു. സോ തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയായിരിക്കും, ഗ്രീൻഫീൽഡും കാര്യവട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരു ഫുട്പാത്തിൽ കൂടെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ലെഫ്റ്റ് സൈഡ് ഉള്ളത്. സോ ഫുട്പാത്തിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സൈഡിൽ ആ കാട്ടിൻ്റെ ഇടയിൽ നിന്ന് ഒരു കുഞ്ഞ് പാമ്പ് ഇഴഞ്ഞു വന്നു. ആ പാമ്പിനെ കണ്ട് ഞാനും പേടിച്ചു, എന്നെ കണ്ട് ആ പാമ്പും പേടിച്ചു. അതുകൊണ്ട് അത് അപ്പം തന്നെ തിരിച്ച് ആ കാട്ടിലോട്ട് പോയി. വളരെ ചെറിയൊരു പാമ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മൂർഖൻ്റെയൊക്കെ കുഞ്ഞാണെന്ന് തോന്നുന്നു. കാരണം ബാക്കിൽ ആ പത്തിയുടെ പോലത്തെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് പേടിച്ചു. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു ഇങ്ങനൊരു പാമ്പ് ഇവിടെ നിഴഞ്ഞു വരുമെന്ന്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ നടന്നു വരുന്നുണ്ട്. രാവിലെ വാക്കിന് വന്ന ഒരു ആൾ തന്നെയായിരുന്നു. പുള്ളി ആ പാമ്പിനെ കണ്ടു. ഇപ്പം നല്ല ചൂടാണ്. നമ്മൾ വാർത്തയിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട് പാമ്പ് കടിയേറ്റ ഒരുപാട് ആളുകളെ പറ്റിയുള്ള സംഭവങ്ങൾ. ഈ ചൂട് കാരണം നമുക്ക് തന്നെ സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. അതുപോലെ മൃഗങ്ങൾക്കും പാമ്പുകൾക്കും ഒക്കെ അതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷിക്കാത്ത സമയത്ത് പാമ്പുകളെ പോലത്തുള്ള ജീവികളൊക്കെ മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ ഓടുന്ന വഴിയിലോട്ടൊക്കെ കയറി വരാം, ഇതുപോലെ പ്രതീക്ഷിക്കാതെ. അറിയാതെ പോലും നമ്മളൊന്ന് അതിൻ്റെ ദേഹത്തൊക്കെ ചവിട്ടിയാൽ ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യാം. സോ കഴിയുന്നതും നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് ഓടുക. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സൺറൈസിന് മുന്നേ ഒക്കെ ഓടുന്ന ഒരാളാണെങ്കിൽ, ഇരുട്ടത്താണ് ഓടുന്നതെങ്കിൽ കഴിയുന്നത് ഇതുപോലെ കാടുള്ള സ്ഥലത്തൊക്കെ ഉള്ള ഫുട്പാത്തുകൾ അവോയ്ഡ് ചെയ്യുക. റോഡിൽ തന്നെ ഓടാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരിയബിൾ ആയിട്ടുള്ള ലൈറ്റുകൾ വാങ്ങാൻ കിട്ടും. അങ്ങനെ എന്തെങ്കിലും ലൈറ്റൊക്കെ വെച്ച് പോവുക. ഹെഡ് ബാൻഡ് പോലെ വരുന്ന ലൈറ്റ്സ് കിട്ടും. അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് വാങ്ങിച്ച് വെളിച്ചത്തിൽ തന്നെ ഓടാൻ ശ്രമിക്കുക കുറച്ച് നാളത്തേക്ക്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങാൻ വീണ്ടും നമുക്കൊരു മാസം വരും. ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേ എന്തെങ്കിലും മഴ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ പെയ്യുന്ന മഴകളൊക്കെ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ചൂട് മാറുന്നത് വരെ ഇതുപോലത്തെ സാഹചര്യങ്ങൾ ആർക്കും ഉണ്ടാവാം. അപ്പോൾ ഞാനൊരു റണ്ണിങ് കണ്ടന്റ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് റണ്ണേഴ്സുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തത് മാക്സിമം റണ്ണേഴ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ പ്ലീസ് നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. ഓടുക. റണ്ണിങ് ഷൂസ് ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ അറിയാതെ ഒരു പാമ്പിനെയൊക്കെ ചവിട്ടിയത് കൊത്തുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാലും പണി കിട്ടും. റണ്ണിങ് ഷൂസിനൊന്നും അവിടെ നമ്മളെ രക്ഷിക്കാൻ പറ്റണം എന്നില്ല. പ്രത്യേകിച്ച് ബെയർ ഫുട്ടായിട്ട് ഓടുന്നവർ എക്സ്ട്രീംലി കെയർഫുൾ ആയിട്ട് ഓടുക. അപ്പോൾ നിങ്ങൾ സേഫായിട്ട് ഓടുക. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ്. വേറെ ആർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ചൂട് വെച്ച് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സേഫായിട്ടിരിക്കുക.